നെഹ്റുവിനെ എന്തിനു വെട്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ്. രാജ്യം ഭരിക്കുന്ന സംഘ് പരിവാർ ഏറ്റവും വെറുക്കുന്ന ഇന്ത്യക്കാരൻ നെഹ്റുവാണ് എന്നത് തന്നെ. ജവഹർലാൽ നെഹ്റുവാണ് ഇന്ത്യയെ ഒരു മതേതര ജനാധിപത്യ രാജ്യമായി കെട്ടിപ്പടുത്തത്. നെഹ്റുവിന്റെ വീക്ഷണമാണ് ഇന്ന് കാണുന്ന ഇന്ത്യ. അതുകൊണ്ടാണ് നെഹ്റുവിനെ രാഷ്ട്രശില്പി എന്ന് വിളിക്കുന്നത്. വിഭജനാനന്തരം ഇന്ത്യ ഒരു മതരാഷ്ട്രമാകാനും സാധ്യതയുണ്ടായിരുന്നു. മഹാത്മജിയും നെഹ്റുവും രാഷ്ട്രീയത്തിൽ മതത്തിനോ മതത്തിൽ രാഷ്ട്രീയത്തിനോ ഒരു റോളും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു. നെഹ്റു പോരാടിയത് കോൺഗ്രസിലെ ഹിന്ദുത്വവാദികളോടുകൂടിയായിരുന്നു. രാത്രിയുടെ മറവിൽ ബാബറി മസ്ജിദിൽ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ചപ്പോൾ അതെടുത്ത് സരയൂ നദിയിൽ ഒഴുക്കൂ എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് നെഹ്റു. സോംനാഥിൽ സർക്കാർ ക്ഷേത്രം പണിയുമെന്ന് പ്രഖ്യാപിച്ച വല്ലഭായ് പട്ടേലിനെ രാഷ്ട്രത്തിന് മതമില്ലെന്നും ഒരു മതത്തിന്റെയും ആരാധനാലയം സർക്കാരിന് പണിതു കൊടുക്കാനാകില്ലെന്നും തിരുത്തിയത് നെഹ്റുവാണ്. സോംനാഥ് ട്രസ്റ്റ് ക്ഷേത്രം പണി പൂർത്തീകരിച്ചപ്പോൾ പ്രധാനമന്ത്രിയെയാണ് ഉദ്ഘാടനത്തിനായി അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലെ മന്ത്രിയായിരുന്ന KM മുൻഷി ക്ഷണിച്ചത്. പ്രധാനമന്ത്രി ഒരു മതത്തിന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ല, നമ്മളൊരു മതേതര രാഷ്ട്രമാണ് എന്ന് അന്ന് മുൻഷിയെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നെഹ്റു വിദേശ സന്ദർശനത്തിലായിരിക്കെ ഒരിക്കൽ RSSനെ കോൺഗ്രസിൽ ലയിപ്പിക്കാനുള്ള ശ്രമം പോലും നടന്നിട്ടുണ്ട്. കോൺഗ്രസിലെ തന്റെ വീറ്റോ അധികാരത്തിന് തുല്യമായ ശക്തി ഉപയോഗിച്ചാണ് നെഹ്റു ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ധൃതരാഷ്ട്രാലിംഗനത്തെ ചെറുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള നെഹ്റുവിനോട് വക തോന്നിയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നെഹ്റുവിന്റെ ചിന്തകളുടെ വ്യക്തതയും കരുത്തുമാണ് അദ്ദേഹത്തിലെ ഭരണാധികാരിയെ രൂപപ്പെടുത്തിയത്. ആ ചിന്തയുടെ വെളിച്ചമാണ് ഇന്ത്യയെ മുന്നോട്ട് നടത്തിയത്. നെഹ്റുവോളം പോന്ന ഒരു ഭരണാധികാരി ഇന്ത്യക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. ലോകം ആദരവോടെ കണ്ട സ്റ്റേറ്റ്സ്മാനായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇപ്പോഴത്തെ ഭരണാധികാരികളുടെ ആത്മവിശ്വാസക്കുറവും അപകർഷതാബോധവും കൂടി ഈ നെഹ്റു നിന്ദയുടെ കാരണമാകാം. ശാസ്ത്രബോധത്തിന്, ബഹുസ്വരതയ്ക്ക്, മതേതര ബോധത്തിന്, സ്വതന്ത്ര ചിന്തയ്ക്കൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു മഹാൻ ഇന്ത്യയുടെ നായകനായി 17 വർഷം ഉണ്ടായിരുന്നു എന്നത് ആഹ്ലാദകരമായ ഒരു ഓർമ്മയാണ്. നമ്മുടെ അയൽ രാജ്യങ്ങളിലേതുപോലെ ഏകാധിപത്യത്തിനും മതഭരണത്തിനുമൊന്നും ഇന്ത്യ കീഴടങ്ങാതിരുന്നതിന്റെ അടിസ്ഥാന കാരണം നെഹ്റുവിന്റെ രാഷ്ട്രസങ്കല്പമാണ്. പൂർണ്ണചന്ദ്രനെ നോക്കി ഓരിയിടുന്ന നായയുടെ റോളിലാണ് ഇവിടെ ചരിത്ര ഗവേഷണ കൗൺസിൽ. നെഹ്റുവിന്റെ മഹത്വം കുറച്ചു കാണിക്കാമെന്ന് കരുതുന്നവർ മൂഢരുടെ സ്വർഗത്തിലാണ്. എത്രയോ മഹാരഥർ, ചരിത്രകാരന്മാർ ഇരുന്ന ഇടമാണ് ICHR. ഭരണകൂടത്തിന് പാദസേവ ചെയ്യുന്ന ചരിത്ര നിർമ്മാണവുമായി പാതാളത്തോളം താഴെ എത്തിയിരിക്കുന്നു അതിന്റെ അന്തസ്. ഇന്ത്യക്കാരുടെ ഓർമ്മകളെ വികലമാക്കാൻ മാത്രം ശക്തിയൊന്നും ഒരു വിദ്വേഷ രാഷ്ട്രീയവും നേടിയിട്ടില്ല. ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ വെബ്സൈറ്റിലല്ല, രാജ്യസ്നേഹമുള്ള ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാണ്